മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം. ബൈബിൾ ക്വിസ്. 1. യോഹന്നാൻ സ്നാപകൻ എവിടെയാണ് പ്രസംഗിച്ചു തുടങ്ങിയത്? യഹൂദ്യയിലെ മരുഭൂമിയിൽ. 2. യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗത്തിന്റെ പ്രധാന വിഷയം എന്തായിരുന്നു? മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. 3. യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം എന്നെഴുതിയ പ്രവാചകൻ ആര്? യെശയ്യാ പ്രവാചകൻ. 4. യോഹന്നാൻ ആരുടെ വഴി ഒരുക്കുവാനാണ് വന്നത്? കർത്താവിന്റെ. 5. യോഹന്നാൻ സ്നാപകൻ ധരിച്ചിരുന്ന വസ്ത്രം എന്തുകൊണ്ടുള്ളതായിരുന്നു? ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രവും അരയിൽ തോൽക്കച്ചയും. 6. യോഹന്നാൻ ഭക്ഷണമായി ഉപയോഗിച്ചിരുന്നത് എന്തെല്ലാമാണ്? വെട്ടുക്കിളിയും കാട്ടുതേനും. 7. എവിടെ നിന്നുള്ളവരാണ് യോഹന്നാന്റെ അടുക്കൽ വന്ന് സ്നാനം സ്വീകരിച്ചത്? യെരൂശലേമിലും യഹൂദ്യയിലും യോർദാന്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളിലുമുള്ളവർ. 8. ജനങ്ങൾ യോഹന്നാന്റെ അടുക്കൽ തങ്ങളുടെ എന്ത് ഏറ്റുപറഞ്ഞാണ് സ്നാനം സ്വീകരിച്ചത്? പാപങ്ങളെ. 9. സ്നാനത്തിനായി വന്ന പരീശന്മാരെയും സദൂക്യരെയും യോഹന്നാൻ എന്ത് പേരാണ് വിളിച്ചത്? സർപ്പസന്തതികളെ. 10. വരാനിരിക്കുന്ന ദൈവകോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ നിങ്ങൾക്ക് ബുദ്ധി ഉപദേശിച്ചു തന്നത് ആര് എന്നാണ് യോഹന്നാൻ അവരോട് ചോദിച്ചത്? പരീശന്മാരോടും സദൂക്യരോടും. 11. മാനസാന്തരത്തിന് യോഗ്യമായ എന്തു പുറപ്പെടുവിക്കാനാണ് യോഹന്നാൻ ആവശ്യപ്പെട്ടത്? ഫലം. 12. ഞങ്ങൾക്ക് പിതാവായി ആരുണ്ട് എന്ന് പറയേണ്ടതില്ലെന്നാണ് യോഹന്നാൻ അവരോട് പറഞ്ഞത്? അബ്രാഹാം. 13. ദൈവം എന്തിൽ നിന്നാണ് അബ്രാഹാമിന് മക്കളെ ഉളവാക്കുവാൻ കഴിവുള്ളവൻ? കല്ലുകളിൽ നിന്ന്. 14. വൃക്ഷങ്ങളുടെ ചുവട്ടിൽ ഇപ്പോൾ തന്നെ എന്തു വെച്ചിരിക്കുന്നു? കോടാലി. 15. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങൾ എന്തു ചെയ്യപ്പെടും? വെട്ടി തീയിലിട്ടുകളയും. 16. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചത് എന്തിനായിട്ടാണ്? മാനസാന്തരത്തിനായി. 17. യോഹന്നാന്റെ പിന്നാലെ വരുന്നവൻ യോഹന്നാനേക്കാൾ എങ്ങനെയുള്ളവനാണ്? ശക്തൻ. 18. ക്രിസ്തുവിന്റെ എന്ത് ചുമക്കാൻ താൻ യോഗ്യനല്ലെന്നാണ് യോഹന്നാൻ പറഞ്ഞത്? ചെരുപ്പ്. 19. വരുവാനിരിക്കുന്നവൻ ഏതിനാലാണ് ജനങ്ങളെ സ്നാനം കഴിപ്പിക്കുന്നത്? പരിശുദ്ധാത്മാവിനാലും തീയാലും. 20. വീശുമുറം ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? വരുവാനിരിക്കുന്നവന്റെ കയ്യിൽ. 21. കളം നന്നായി വെടിപ്പാക്കി ഗോതമ്പ് എവിടെ ശേഖരിക്കും? കളപ്പുരയിൽ. 22. വറ്റാത്ത തീയിലിട്ട് ചുട്ടുകളയുന്നത് എന്തിനെയാണ്? പതിരിനെ. 23. യേശു എവിടെ നിന്നാണ് സ്നാനമേൽക്കുവാൻ യോർദാനിൽ വന്നത്? ഗലീലയിൽ നിന്ന്. 24. യേശു തന്റെ അടുക്കൽ വന്നപ്പോൾ യോഹന്നാൻ ആദ്യം എന്തു ചെയ്തു? തടയാൻ ശ്രമിച്ചു. 25. എനിക്ക് നിന്റെ കയ്യിൽ നിന്ന് സ്നാനമേൽക്കേണ്ട ആവശ്യമിരിക്കെ നീ എന്റെ അടുക്കൽ വരുന്നുവോ എന്ന് ചോദിച്ചതാര്? യോഹന്നാൻ. 26. സ്നാനമേൽക്കുന്നതിനെക്കുറിച്ച് യേശു നൽകിയ മറുപടി എന്തായിരുന്നു? ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. 27. യേശു സ്നാനം കഴിഞ്ഞ് വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ എന്ത് സംഭവിച്ചു? സ്വർഗം തുറക്കപ്പെട്ടു. 28. ദൈവത്തിന്റെ ആത്മാവ് ഏത് രൂപത്തിലാണ് യേശുവിന്റെ മേൽ വന്നത്? പ്രാവ് എന്ന പോലെ. 29. സ്വർഗത്തിൽ നിന്നുണ്ടായ അശരീരി എന്തായിരുന്നു? ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. 30. യോഹന്നാൻ സ്നാപകൻ എവിടെ വെച്ചാണ് യേശുവിനെ സ്നാനം കഴിപ്പിച്ചത്? യോർദാൻ നദിയിൽ.